ഹായ് ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അതേപോലെ രാവിലെ എണീറ്റ് കൂടെ കുറച്ച് നേരത്തെ കഴിഞ്ഞ് എല്ലാം റെഡി ആയിട്ട് നമ്മളത് ഇറങ്ങുകയാണ്. ഇന്ന് ഞാൻ മാത്രമല്ല പോകുന്നത്, എൻ്റെ കൂടെ ഈ 2 പേരുണ്ട്. ഹലോ ഗൈസ്, രണ്ട് പിയമോളും ഉണ്ട്, പിന്നെ ഏട്ടനും ഉണ്ട് കേട്ടോ. അപ്പോൾ പിയമോളെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് ഞാൻ വീണ്ടും കിടത്തി ഇങ്ങനെ അവൾ ഉറങ്ങുകയാണ്. ഇന്ന് നമ്മൾ ഗുരുവായൂർ പോവാണ് ഗൈസ്. അപ്പോൾ ഗുരുവായൂർ ഇന്ന് നമ്മുടെ ഒരു റിലേറ്റീവ്, എൻ്റെ ഒരു മാമൻ്റെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിനു വേണ്ടി പോവാണ്. അപ്പം കൃഷ്ണനെ കണ്ട് തൊഴണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് പോകുന്നത്. പറ്റുമെങ്കിൽ അകത്ത് കയറും. ഇപ്പോൾ ഭയങ്കര തിരക്കാന്ന് പറഞ്ഞ് ഉള്ളിൽ കയറാൻ പറ്റില്ല എന്നാണ് പറയണേ. പിന്നെ കല്യാണം കൂടെ ആണല്ലോ. പക്ഷെ എന്താണെങ്കിലും പറ്റുമെങ്കിൽ ഉള്ളിൽ കയറി തൊഴും. അപ്പം എന്തൊക്കെയാണ് ഇന്ന് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഒരുമിച്ച് കാണാം. ഓക്കെ, അപ്പം നമുക്ക് പോവാം. വായോ. ഉറക്കം വരുന്നുണ്ട് ചേട്ടാ. ചേട്ടൻ ഉറങ്ങ. ഇതാണ് നമ്മുടെ മമ്മ. ഓ നോ, അങ്ങനെ നമ്മളൊന്നും കാണിക്കുന്നതിന് മുന്നേ അമ്മയെ കാണിക്കുന്നിരിക്കുന്നല്ലേ. അമ്മ അവിടെ അടിപൊളി സാരി കൊടുത്ത് കുതിരയോ അല്ല തത്തവ പറന്ന് പോയോ. ഗുഡ് മോർണിംഗ് പറ. വെരി ഗുഡ് മോർണിംഗ്. അപ്പൊ പായോ, നമുക്ക് പോവാം. പിന്നെ ഒട്ടും വൈകിക്കാതെ ഞങ്ങളങ്ങ് ഇറങ്ങി കേട്ടോ. കാരണം ഒരു 4 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങി. കാരണം പിന്നെ റോഡിൽ റഷൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ കല്യാണം 8 മണിക്കാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ 10 മണിക്ക് ചെന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ വിട്ടു. സമാധാനമായിട്ട് പോകാമല്ലോ, ഒരു ഹറിബറിയും വേണ്ട, പയ്യെ പോവാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകാമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കാറി കയറിയപ്പോൾ തന്നെ എൻ്റെ ഉറക്കം അങ്ങോട്ട് തുടങ്ങി. കാരണം നമ്മളുടെ റുട്ടീൻ അങ്ങനെയാണല്ലോ. രാവിലെ നമ്മൾ ഒരു 3:30 എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ കുച്ചു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഉറങ്ങണം. അതൊരു താരാട്ട് പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ലൈഫിൽ. ആ ഒരു റുട്ടീൻ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കാറിൽ കയറി ഒന്ന് മൂവ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം വന്നത്. അത് ഞാൻ കണ്ണൊക്കെ വീർപ്പിച്ച് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ഇറുക്കിലൊക്കെ കിട്ടിയെങ്കിൽ കുത്തി വയ്ക്കായിരുന്നു. അത്രയ്ക്ക് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ നമ്മൾ അത്ര രാവിലെ പോകുമ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിക്കണമല്ലോ, ഏട്ടനും ഉറക്കം വരാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏട്ടനോടും പറയുന്നുണ്ട്, ഏട്ടാ ഓക്കെ അല്ലേ, ഏട്ട ഓക്കെ അല്ലേ, ബിബിമോൻ ഹാപ്പി അല്ലേ എന്നിങ്ങനെ ചോദിച്ചായിരുന്നു പൊയ്ക്കൊണ്ടിരിക്കണേ. ഉറങ്ങിപ്പോകാൻ പാടില്ലല്ലോ. അങ്ങനെ കുറേ ദൂരം പോയി. ഞങ്ങളൊരു 6:30-7 മണിക്ക് മുന്നേ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ. അപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ റോഡിലൊന്നും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം 8 മണിക്കാണല്ലോ മുഹൂർത്തം. കുറേ സമയം ഉണ്ടായിരുന്നു പിന്നീടും. അപ്പോൾ എനിക്കെൻ്റെ ഗുരുവായൂർ ഓർമ്മകൾ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് എപ്പോഴും ഈ പോകുന്ന വഴിക്കൊക്കെ നൊസ്റ്റുമാണ്. എനിക്ക് പ്രത്യേകിച്ച് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. കാരണം അച്ഛൻ അമ്മയും കൂടി നമുക്ക് എല്ലാ വർഷവും ഗുരുവായൂർ കൊണ്ടുപോകുമായിരുന്നു. അതും ഈ പറയുന്ന പോലെ ചാടിത്തുള്ളി പോകുന്നൊന്നുമല്ല, നന്നായിട്ട് പ്ലാൻ ചെയ്ത് തലേന്ന് നമ്മൾ പോയി അവിടെ സ്റ്റേ ചെയ്ത് വെളുപ്പിന് എണീറ്റ് കുളിച്ച് നിർമ്മാലയൊക്കെ തൊഴുത് അങ്ങനെ അവിടുന്ന് മസാല ദോശയൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ പോകുന്നൊരു ഓർമ്മകളാണ് എനിക്ക്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര നൊസ്റ്റു അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെയായിരുന്നു ഇവർ റെഡി ആയിക്കൊണ്ടിരുന്നത്, നമ്മുടെ ചെക്കനും പെണ്ണും. അപ്പോൾ അവിടെ ചെന്നിട്ട് അവരൊക്കെ ഒന്ന് കണ്ട്, കാരണം സമയമുണ്ടല്ലോ. അപ്പോൾ അവിടെ ഈ പയ്യൻസ് സൈക്കിളിൽ മുല്ലപ്പൂവും കൊണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതൊരു കൗതുകം തോന്നി. എനിക്ക് പൊതുവേ ഞാൻ മുല്ലപ്പൂ തലയിൽ വെക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. പക്ഷേ എനിക്ക് എന്തോ അന്ന് വെക്കാൻ തോന്നി കേട്ടോ. കാരണം ഒരുപാട് കാർക്കൂന്തൽ ഉണ്ടായതുകൊണ്ട് തന്നെ മുല്ലപ്പൂ എവിടെ എടുത്ത് വെക്കാനോ അതുകൊണ്ടും കൂടി ആയിരിക്കും. ഞാൻ യൂഷ്വലി മുല്ലപ്പൂ മേടിച്ച് കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റി നടക്കും. കാരണം എനിക്കെൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ തല വെക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. തലവേദനയൊന്നും എടുക്കില്ല കേട്ടോ. ചിലർക്ക് അങ്ങനെയുണ്ട്. തലവേദന എടുക്കുന്നവരുണ്ടെങ്കിൽ കോമെൻറ്റ് ബിലോ. ഓക്കെ. അപ്പം കുറേ പേര് പറയുന്നുണ്ട് എൻ്റെ ചേച്ചിക്ക് തലവേദന എടുക്കും മുല്ലപ്പൂ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും പിയമോൾക്കും വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനും പിയമോളും കൂടി ഒരു മുഴം മേടിച്ചിട്ട് ഞങ്ങൾ രണ്ടും കൂടെ വെച്ചു. പിന്നെ അതേ ഇവിടെ ഇഷ്ടംപോലെ കടകളാണ് കേട്ടോ. പണ്ടും അങ്ങനെ തന്നെയാണ്, ഇഷ്ടംപോലെ കടകളുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ തുണിക്കടകളൊക്കെ കൂടുതലാണ്. കുറേ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെറൈറ്റി ഓഫ് ഡ്രസ്സസ് ഉണ്ടായിരുന്നു. ലൈക്ക് സാരീസൊക്കെ ഓണം സ്പെഷ്യൽ സാരീസ്, സെറ്റും മുണ്ടും സെറ്റ് സാരികളൊക്കെ കുറേ തുളസി ഇലയുടെ ഡിസൈനുള്ളതും അങ്ങനത്തെ പല വെറൈറ്റി സംഭവങ്ങളും മൾട്ടി കളർ അങ്ങനത്തെ കുറേ കണ്ടിരുന്നു. അപ്പോൾ ഈ പോകുന്നതാണ് നമ്മുടെ കല്യാണ പെണ്ണ് കേട്ടോ. പക്ഷേ ചേട്ടന് ഇത് അറിയില്ലായിരുന്നു, ഇതാണ് നമ്മുടെ കല്യാണ പെൺകുട്ടി എന്നുള്ളത്. അതറിയാണ്ടാണ് ഏട്ടൻ വീഡിയോ എടുത്തത്. അറിയാതെ ഇങ്ങനെ കൃത്യമായിട്ട് ചേട്ടൻ അങ്ങനെ എടുത്തു എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. കാരണം അവിടെ ഇഷ്ടം പോലെ കല്യാണങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. ഗുരുവായൂർ എപ്പോഴും അങ്ങനെയാണല്ലോ. ആ മണ്ഡപത്തിലെന്ന് വെച്ചാൽ തന്നെ ഒരു 4-5 മണ്ഡപം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്രയും മണ്ഡപത്തിൽ ഇങ്ങനെ മാറി കല്യാണങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അതിലേതോ ഒരു കല്യാണ പെണ്ണാണെന്ന് വിചാരിച്ചിട്ട് എണ്ണ പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ഒറിജിനൽ കുട്ടി ഇത് തന്നെയായിരുന്നു. അത് പിന്നീട് ശരിക്കും കല്യാണം കഴിക്കുന്ന സമയത്താണ് ഏട്ടാ, അയ്യോ ഈ കുട്ടിയുടെ വീഡിയോ ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു, ഇതായിരുന്നല്ലേ നമ്മുടെ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഞങ്ങൾ അവിടെ ഇവിടെ തേരാപ്പാര അങ്ങനെ കുറച്ച് നേരം നടന്നു. പിന്നെ അവർ എല്ലാ ബന്ധുക്കളും ഒക്കെ വരുന്നതിൻ്റെ ഒരു സമയവും അതൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
പിന്നെ നമ്മുടെ തേൻ മിഠായി ഉണ്ടല്ലോ, അത് ഇവിടുത്തെ ഞാൻ എപ്പോഴും വരുമ്പോൾ വാങ്ങിക്കുന്നൊരു സാധനമാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ മേക്കിംഗ് ഒക്കെ കണ്ടതിന് ശേഷം എനിക്കിപ്പോൾ അത് കഴിക്കാനൊരു പേടിയാണ്. അതുകൊണ്ട് ഞാനങ്ങനെ ഇപ്പം വാങ്ങിക്കാറില്ല. പിന്നെ ഗുരുവായൂർ പപ്പടം, എപ്പം നമ്മൾ ഗുരുവായൂർ വന്നാലും പപ്പടം മേടിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ വാങ്ങി. പിന്നെ കുറേ ഫാൻസി സ്റ്റോഴ്സും അങ്ങനത്തെ കുറേ ജ്വല്ലറി ഷോപ്സും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഒരു ചാറ്റൽ മഴയൊക്കെ പെയ്തതേ അവിടെയൊക്കെ ഒന്ന് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിയുടെ ഡ്രസ്സ് കുറച്ച് ഒരു ഗൗൺ പോലായിരുന്നു, കുറച്ച് ലെങ്തി ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ മോളെ പൊക്കി പിടിച്ചു എന്നുണ്ട്. പാവം ആ ഡ്രസ്സും പൊക്കി പിടിച്ച് കുറേ നേരം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മാമൻ. ഈ മാമൻ്റെ മോൻ്റെയാണ് കല്യാണം ഉള്ളത്. മാമനും മാമൻ്റെ വൈഫ് മാമി അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ശാന്തിനി ആൻറ്റി, ഞാൻ ആൻറ്റി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആൻറ്റിയും ശാന്തിനി ആൻറ്റിയും ശോഭയും മാമനും രണ്ടുപേരും ഹായ് ഒക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രാവിലെ സെറ്റപ്പായി മോൻ്റെ കല്യാണം നടത്താനുള്ള സന്തോഷത്തിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞ് മാമനെ ട്രോളുന്നുണ്ടായിരുന്നു. മാമ ഇനിയിപ്പം 2 മക്കളാണ് അവർക്ക്. അപ്പം രണ്ടാമത്തെ മോൻ്റെ കല്യാണമാണ്. ഞാൻ പറഞ്ഞ ഇനിയിപ്പോൾ വേറെ കല്യാണമൊന്നുമില്ല, പഠിച്ച് പൊളിച്ചോ, കുറച്ച് പൗഡറൊക്കെ ഇട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെയും ഈ അമ്പല പരിസരത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ ഏകദേശം മുഹൂർത്തം ആയി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ നിന്നാണ് ഒരു പ്രാവശ്യം രാമച്ചത്തിൻ്റെ, അത് ഇവിടെ നിന്നാണോ മൂകാംബികയിൽ നിന്നാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. രാമച്ചത്തിൻ്റെ ഗണപതിയെ അച്ഛൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും നമ്മുടെ വീട്ടിലുണ്ട്, ഭയങ്കര വലുത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കുറച്ചുകൂടെ ഒരു നല്ല ഒരു, കാരണം കുറേ വർഷങ്ങളായത്, അപ്പോൾ അത് കുറച്ചിങ്ങനെ പൊടിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ കൂടെ. അമ്മയ്ക്ക് അത് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ചെറിയ സൈസ് ഉണ്ടായിരുന്നുള്ളൂ, വലുത് അവൈലബിൾ ആയിരുന്നില്ല. അങ്ങനെ പിയ കുറച്ച് ഡിസ്കംഫർട്ടിലായിരുന്നു നിൽക്കുന്നത്. കാരണം പിയയ്ക്ക് എപ്പോഴും കംഫി ഡ്രസ്സസാണ് ഇഷ്ടം. അത് വെൽവെറ്റിൻ്റെ ഒരു ഡ്രസ്സായിരുന്നു, ഭയങ്കര കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചൂടെടുത്ത് തുടങ്ങുമല്ലോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവൾക്ക് ഒരു ചെറിയ ഷോർട്ട്സും ഒരു സ്ലീവ്ലെസ് ഒരു ടോപ്പും ആണെങ്കിൽ അവൾ ഹാപ്പിയാണ്. പക്ഷേ ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പാവം. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ മുല്ലപ്പൊക്കെ വെച്ച് പോകുന്നതാണ് നല്ല രസമുണ്ടല്ലേ പിയ. അപ്പോൾ ആൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അമ്മ എനിക്ക് മുല്ലപ്പൂ ഇനി മേടിച്ച് തരണേന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പാവം, ഞാൻ മുടി വെട്ടിക്കളഞ്ഞു കേട്ടോ. ഇപ്പോൾ ഞാനാണ് അതിൻ്റെ ആൾ. പക്ഷേ ഇപ്പോഴത്തെ പുതിയ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് പിയുടെ എന്നുള്ളത് പറയണം കേട്ടോ. ഇതല്ല, ഇത് കഴിഞ്ഞിട്ടുള്ള മുന്നത്തെ വീഡിയോസ്, നമ്മുടെ ഓണം വീഡിയോസിലൊക്കെ അതുണ്ട്. ഇത് അതിന് തൊട്ട് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതേ ഇഷ്ടംപോലെ കല്യാണങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ പരിസരത്ത് തന്നെ നിന്നില്ലെങ്കിൽ ഒരാൾ നമ്മൾ മിസ്സായി പോകും, നമ്മുടെ കല്യാണം അങ്ങ് മിസ്സായി പോകും. മാത്രമല്ല ഇടയ്ക്ക് പിയനെ എനിക്ക് മിസ്സായി. കാരണം പിയനെ ഞാൻ കൈപ്പിടിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് പിയ അമ്മയുടെ കൈ പിടിച്ചിട്ട് അങ്ങോട്ട് നടന്നുപോയി. അപ്പോൾ രണ്ടുപേരും കൂടെ മണ്ഡപത്തിൻ്റെ അങ്ങോട്ടേ പോയതാണ്. പക്ഷേ ഞാൻ അവിടെ മൊത്തം തപ്പി നടന്നു. നമുക്ക് എന്ന് വെച്ചാൽ ഫോണൊന്നും ഇല്ല, പിന്നെ ഈ തിരക്കില്ലല്ലോ. എനിക്ക് അതെപ്പോഴും ഭയങ്കര സ്കെയറിയാണ്. ഇങ്ങനെ മോളൊന്ന് മിസ്സായി പോയാലൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കഴിയുന്നതും ഞാൻ കൈവിടാറില്ല. പക്ഷേ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് അവൾ അങ്ങോട്ട് മാറിപ്പോയി. അപ്പോൾ എത്രയോ കുഞ്ഞുങ്ങളിങ്ങനെ മിസ്സാവുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് ഇതെപ്പോഴും ഒരു ഹാർട്ട് ബീറ്റാണ്, എൻ്റെ ഹാർട്ട് ബീറ്റ് കൂട്ടുന്നൊരു സംഭവമാണ്. അങ്ങനെ നമ്മുടെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. കല്യാണം കഴിഞ്ഞു. നമ്മുടെ അതായത് ചെക്കിൻ്റെയും പെണ്ണിൻ്റെയും അച്ഛനും അമ്മയും മാത്രമേ അങ്ങോട്ടേക്ക് കിടക്കാൻ സമ്മതിക്കുള്ളൂ, വെരി ക്ലോസ് റിലേറ്റീവ്സ്. ബാക്കിയുള്ളവർക്ക് വെളിയിൽ തന്നെ നിൽക്കാൻ പറയും ആ ഒരു ഗ്യാപ്പിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നു, കല്യാണമൊക്കെ കണ്ട്. അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലേ. അപ്പോൾ ഒരു ബെസ്റ്റ് വിഷസ് ഒരു കമൻറ്റായിട്ട് കൊടുത്താൽ അവർക്കും ഹാപ്പി. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ സദ്യയാണല്ലോ മെയിൻ. അപ്പോൾ അവിടെ തന്നെ ഒരു ഹോട്ടലിൽ സദ്യ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളിത് കല്യാണം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതു കേട്ടോ. ഒരു 2-2.5 മണിക്കൂർ ഞങ്ങൾ പോസ്റ്റായി അകത്ത് നിന്നു. കാരണം ഒരുപാട് പൂജകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പുറത്തിറങ്ങി വന്ന് സദ്യ കഴിച്ചു. അപ്പം ഒരു ഡീസൻറ്റ് സദ്യയായിരുന്നു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു. ഏട്ടനകത്ത് കയറിയില്ല, പുറത്ത് നിന്നതിൻ്റെ ക്ഷീണമാണ് കേട്ടോ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ താമസിക്കേണ്ടെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം എനിക്ക് കോളേജിലും വരണമായിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങി. അപ്പം വെളിയിലേക്ക് ഇറങ്ങി ഞങ്ങൾ പോകാനായിട്ട് നിന്നപ്പോഴത്തേക്ക് ഓൺ ദി വേ ഒരു അമ്മ ഇരിക്കുന്ന കണ്ടു, തത്തയും കൊണ്ട്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് തത്തയെ കൊണ്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ അറിയണം. അമ്മയ്ക്ക് അതൊരു കൗതുകമാണ്. അപ്പോൾ എനിക്കിഷ്ടമാണത്. ഇങ്ങനെ എന്താ പറയുക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭൂതവും ഭാവിയൊക്കെ പറയുന്നത് കേൾക്കാൻ ഒരു രസമല്ലേ. അതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. നെഗറ്റിവിറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളത് എന്താ പറയുക, കളയുക, അത്രയേ ഉള്ളൂ. പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഗുമ്മാണല്ലോ. കുറച്ചുകൂടെ അങ്ങോട്ട് ലൈഫ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്ക് എന്താ പറയുക, അവർക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് അല്ലെങ്കിൽ നമ്മളൊരു പോസിറ്റീവ് തോട്ടിലാണല്ലോ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് എനിക്കിത് കേൾക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയായിരുന്നു. അപ്പം ഞാൻ മരുമകളാണെന്നാണ് ആൾ വിചാരിച്ചിരിക്കുന്നത്. എൻ്റെ അമ്മയുടെ മോൻ്റെ ഭാര്യയാണെന്ന് വിചാരിച്ചിട്ടാണ് വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ അമ്മ ഇങ്ങനെ കണ്ണും തലയൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ അമ്മയ്ക്ക് എത്ര ഭയങ്കര ആയുസാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയും എൻ്റെ പൊന്നോ 88 or 90 വയസ്സെങ്ങാണ്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അമ്മ അതിലിങ്ങനെ ഞെട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അമ്മ ചില കാര്യങ്ങളൊക്കെ ശരിയാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പുതിയ വീഡിയോസ്, പുതിയ കോണ്ടൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഫ്രം ശ്വേത.